അകത്ത് ഏകദേശം കാലത്ത് 7:50 7:50 ഏകദേശം 39 പോയിൻറ്റ് 7:50 39 പോയിൻറ്റ് അപ്പാണ്. സെക്ടർ ബൈസ് എടുത്ത് നോക്കുമ്പോഴും പോസിറ്റീവ് ട്രെൻഡാണ് കീപ്പ് ചെയ്യുന്നത്. എല്ലാം പോസിറ്റീവ് ട്രെൻഡാണ് കീപ്പ് ചെയ്യുന്നത്. വേൾഡ് മാർക്കറ്റാണ് പോസിറ്റീവ് ട്രെൻഡാണ്. കാരണം ഫെഡിൻ്റെ റേറ്റ് കട്ട് അടുത്ത് വരുന്ന പ്രതീക്ഷ. 2 US ചൈന ട്രേഡ് താരിഫിലുള്ള പ്രോഗ്രസ്. അപ്പോൾ ഇത് രണ്ടും മാർക്കറ്റിന് പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസായിട്ടാണ് മാറുന്നത്. പക്ഷേ ADR എടുത്ത് നോക്കുമ്പോൾ ADRൽ വിബ്രോയുടെ ADR മൈനസാണ്, അതുപോലെ ഇൻഫോസിൻ്റെ ADR മൈനസാണ്. HDFCയുടെ ബാങ്കിൻ്റെ സെക്ഷനിൽ 2 ADRും ഓക്കെയാണ്. ബാങ്ക് സെക്ടർ കുറച്ച് പോസിറ്റീവാണ്, IT സെക്ടർ നെഗറ്റീവ് തന്നെയായിട്ടാണ് കാണുന്നത്. അടുത്ത് FIIയുടെ ഡാറ്റയാണ്. FII ഡാറ്റ നോക്കുമ്പോൾ ഓക്കെ പോസിറ്റീവാണ്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ചെറിയ സെല്ലിങ് കാണുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു വാല്യുവേഷൻ ഇപ്പോൾ ഇല്ലാതായി. എന്നാൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിങ് കുറച്ച് കുറഞ്ഞു, ചെറിയ പ്ലസ്സിലേക്കും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പോസിറ്റീവ് നെഗറ്റീവ് തന്നെ എടുക്കാം, കാരണം ഒരു ഹൈ പ്രഷർ മുകളിലേക്ക് വരുന്നില്ല. ഓക്കെ, സെലക്റ്റീവ് കൗണ്ടറുള്ള മൂവ്മെൻറ്റാണ്. അപ്പോൾ ഏകദേശം ഒരു 100 പോയിൻറ്റ് മാർക്കറ്റ് കയറുകയാണെങ്കിൽ അത് എല്ലാ സെക്ടറിൻ്റെയും സപ്പോർട്ട് ഉണ്ടാവും. ITയുടെ സപ്പോർട്ട്, ബാങ്കിൻ്റെ സപ്പോർട്ട്, അല്ലെങ്കിൽ ഫാർമയുടെ സപ്പോർട്ട്, ഇങ്ങനെ എല്ലാ സെക്ടറും ഫോർമാറ്റും. അപ്പോൾ ഒരാളിതിൽ ട്രേഡ് ചെയ്യാൻ വരുമ്പോൾ അയാളുടെ പൊസിഷൻ എവിടെയോ വച്ച് വാങ്ങുന്നു, അയാൾക്ക് ഹെവി പ്രോഫിറ്റ് 1, 2 ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, ഇങ്ങനെ തേർഡ് ടാർഗറ്റ്, ഇത് അടിക്കാൻ ഭയങ്കര പ്രയാസമുള്ള മാർക്കറ്റാണ്. അപ്പോൾ ഇത് വോളിയം വെച്ച് കളിക്കുന്നവർക്കുള്ള മാർക്കറ്റാണ്. വോളിയം എന്ന് പറഞ്ഞാൽ കണ്ടമാനം വോളിയം ചെയ്യുന്നവർ, ഇപ്പോൾ 2000, 3000, 5000 വോളിയമാണ്. അവരെ സംബന്ധിച്ച് 2 രൂപ 1 രൂപ കയറിയാൽ മതി. ഇത് നല്ലൊരു മാർക്കറ്റിൻ്റെ ലെവലാണ്. ഈ സ്റ്റൈല് ലോങ് ടൈമിന് നല്ലതാണ്, പക്ഷേ ഷോർട്ട് ടൈമിൽ ഇങ്ങനത്തെ മൂവ്മെൻറ്റ്സ് നിങ്ങൾ പ്രതീക്ഷിക്കുക. ഇതാണ് മൂവ്മെൻറ്റ്. അപ്പോൾ പെട്ടെന്ന് എക്സിറ്റ് എടുക്കാനുള്ള ശ്രമം ഉണ്ടാവുക, വീണ്ടും റീബൈ എടുക്കാൻ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇത് നടക്കുള്ളൂ. ഒറ്റയടിക്ക് സ്പീഡിൽ പോകുന്നുള്ള പ്രതീക്ഷകൾ വെച്ചിട്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാതിരിക്കുമ്പോൾ ട്രേഡിങ് കിട്ടില്ല. അതിനേക്കാളും കൂടുതൽ നഷ്ടപ്പെടാനാണ് സാധ്യത. കാരണം എപ്പോഴും നിങ്ങൾ ഷെയർ കണ്ടെത്തി കഴിയുമ്പോഴേക്കും അത് ലേറ്റ് ആവും. അപ്പോൾ അവിടെ നിന്നാണ് യു ടേൺ എടുക്കുന്നത്. അതിപ്പോൾ ഈ ടിപ്സുകൾ വരുമ്പോൾ ഇതേ പ്രശ്നം എല്ലാവർക്കും വരും. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കുറച്ച് പേഷ്യൻസും ഡെലിവറിയൊക്കെ പ്രധാനമാണ്. പോർട്ട്ഫോളിയോ വളരെ പ്രധാനമാണെന്നുള്ള കാര്യം മറക്കരുത്. ഇവിടെ പോർട്ട്ഫോളിയോ ഇല്ലാത്തവർക്ക് ബിസിനസ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. 50 ഷെയറിൻ്റെയോ അല്ലെങ്കിൽ അനുസരിച്ച് കപ്പാസിറ്റി അനുസരിച്ച് 1000 ഷെയർസിൻ്റെയോ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കി ട്രേഡിങ് നല്ലതായിരിക്കും. അതുപോലെ ട്രേഡ് ചെയ്യുന്നവർക്ക് വേണ്ടി കുറച്ച് എൻ്റെ ഒരു ഐഡിയകളാണ് ഷെയർ ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത്, മാർക്കറ്റിൽ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ കൗണ്ടറിലും 100 പോയിൻറ്റ് മാർക്കറ്റ് കയറിയാൽ എല്ലാ ഏരിയയിൽ നിന്നുള്ള സപ്പോർട്ടോടുകൂടി ആയതുകൊണ്ട് നമുക്ക് ട്രേഡിംഗ് പൊസിഷനിൽ പ്രോഫിറ്റ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാകും. ഇവിടെ പോർട്ട്ഫോളിയോ ബിസിനസ്സാണ് ഇവിടെ ആവശ്യം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഡെലിവറി എടുത്ത് ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് നല്ല സമയമാണ്. ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച് പൈസ ഉണ്ടാക്കാൻ, ട്രേഡിങ് സ്റ്റോക്കിൽ ഉണ്ടാക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാകും. കാരണം 3-4 റുപ്പീസിൻ്റെ ഡിഫറൻസ് ഉള്ളൂന്ന് എങ്ങനെ ഉണ്ടാക്കും? അല്ലെങ്കിൽ ഹൈഫൈ വലിയ ഷെയർസിൽ കളിക്കണം. ഇനി 2 ഓപ്ഷനിലേക്ക് പോവുകയാണെങ്കിലോ, ഓപ്ഷനിൽ പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധങ്ങൾ എന്ന് പറയുന്നത്, എല്ലാം ഈ ആഴ്ചയിലത്തെ, ഇപ്പോൾ നമുക്ക് ട്യൂസ്ഡേ ആണ് കട്ടിങ് ആണെങ്കിൽ ട്യൂസ്ഡേ, അല്ലെങ്കിൽ തേഴ്സ്ഡേ ആണെങ്കിൽ തേഴ്സ്ഡേ, ഈ ഡേറ്റുകളിലേക്ക് അടുക്കും തോറും നിങ്ങളുടെ പ്രീമിയം കുറഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന രീതിയിൽ ട്രേഡ് ചെയ്തുകൊണ്ടൊന്നും ആ പൈസ കിട്ടുന്നില്ല. പ്രീമിയം ട്രേഡിംഗ് ബിസിനസ്
ഫോൾട്ട് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുള്ളൂ. കാരണം എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേൾഡ് മാർക്കറ്റിൽ ഈ പറഞ്ഞ പാർട്ടികൾ ട്രേഡ് ചെയ്യാൻ പോകുമ്പോൾ അവിടെയൊക്കെ ഫ്യൂച്ചറാണ് കളിക്കുന്നത്. ഇവിടെ നമ്മൾ കുറച്ച് കാശിന് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമ്മളെല്ലാവരും ഓപ്ഷനിലേക്ക് പോകണം. അപ്പോൾ ഞാൻ ഓപ്ഷൻ മോശം എന്നല്ല പറയുന്നത്, ഓപ്ഷനേക്കാളും നല്ലത് ഫ്യൂച്ചറാണ്. പക്ഷേ അത് ക്യാരി ഓവർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളവർക്ക് മാത്രം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഫ്യൂച്ചർ ട്രേഡ് ചെയ്യാൻ പഠിക്കുക. നമ്മൾ ഡെയിലി ട്രേഡറെ സംബന്ധിച്ച് ഒരു ഷെയറുമ നോക്കി നിൽക്കുന്നതും ഒരു ഫ്യൂച്ചറുമ നോക്കി ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നതോ ഒക്കെ സെയിമാണ്. അതിൽ വലിയ ഡിഫറൻസ് ഒന്നും വരാനില്ല. മാർക്കറ്റ് എപ്പോൾ വേണമെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺസിൽ വന്നുകൊണ്ടിരിക്കാം. കാരണം മാർക്കറ്റിൻ്റെ പോസിറ്റീവ് ട്രെൻഡാണ്. പക്ഷെ അത് ഒറ്റയടിക്ക് അങ്ങോട്ട് കയറി പോകാൻ പറ്റില്ല. നല്ല ഷെയർസ് നോക്കി ബൈ ചെയ്തിടുക. അത് 50 ഷെയർ ആയിക്കോട്ടെ, 1000 ഷെയർ ആയിക്കോട്ടെ. അങ്ങനെ മാർക്കറ്റിൽ പതുക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്ന സിസ്റ്റമാണ് ഏറ്റവും ബെറ്റർ ആവുക. അതുപോലെ ഓപ്ഷൻ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ആഴ്ചയിലത്തെ എടുക്കാണ്ട് മാസത്തിലെ ഓപ്ഷൻസ് എടുത്ത് ചെയ്യും. അപ്പോൾ ടിപ്സ് വരുന്നതൊക്കെ ആഴ്ചയിലത്തെ ഓപ്ഷൻസ് ആയിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾ അവർ ആ ടിപ്പ് പറയുമ്പോൾ അത് വാച്ച് ചെയ്തുകൊണ്ട് നമ്മൾ മന്ത്ലി ഓപ്ഷൻസ് എടുക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ടൈം കിട്ടും. നമ്മുടെ ബുദ്ധി അവരെ ഫാസ്റ്റായിട്ടുള്ള അവരുടെ തീരുമാനങ്ങളെക്കാളും കൂടുതൽ നമുക്ക് സോഫ്റ്റായിട്ട് ഇത്തിരി ടൈം കിട്ടും എന്നുള്ളതാണ് ഞാൻ മന്ത്ലി ഓപ്ഷൻസ് പറയുന്നത്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് മന്ത്ലി ഓപ്ഷൻസ് എടുത്ത് ട്രേഡ് ചെയ്യാൻ പഠിക്കുക. ടിപ്സ് കമ്പനികളും മറ്റുള്ളവരെല്ലാവരും തരുന്നത് എല്ലാം ഓപ്ഷൻസ് ഇപ്പോൾ ഞാനായാലും തരുന്നതൊക്കെ ഏത് തൊട്ടടുത്തുള്ളതാവും. കാരണം ആൾക്കാർക്ക് ഇഷ്ടമുള്ളതല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ആ സമയത്ത് തന്നെ സെയിം ടൈമിൽ സെയിം റേറ്റ് രണ്ടും ഈക്വലായിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മന്ത്ലി ഓപ്ഷൻ്റെയും പിടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ മാർക്കറ്റ് സൈഡ് വേസ് ട്രെൻഡിലായിരിക്കും പോകാൻ സാധ്യത. പക്ഷേ മാർക്കറ്റ് പോസിറ്റീവ് ആയിരിക്കും. പക്ഷേ എല്ലാവർക്കും ലാഭം കിട്ടണമെന്നില്ല. ഇത് മാർക്കറ്റിൻ്റെ ഒരു നല്ലൊരു വശമായിട്ട് തന്നെ കണക്കാക്കണം. ഓക്കെ, താങ്ക് യു.